ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ നല്ല പരിപ്പും നമ്മുടെ മേത്തി ലീവ്സും കൂടെ, അതായത് ഉലുവ ഇലയും കൂടെ ഉള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ഒരു ഡിഷാണ്, ചപ്പാത്തിക്കും ചോറിനും പറ്റും. അപ്പോൾ എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യുക. ഡയബറ്റിക് പേഷ്യൻസിന് പറ്റിയ നല്ലൊരു കറിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഉലുവ ചീര പരിപ്പ് കറി. ഉലുവ ചീരയും പരിപ്പും കൂടി ഇട്ടിട്ട് നല്ല ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഞാൻ ഒരു കെട്ട് ഉലുവ ചീര എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇല മാത്രമേ കിള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് നെയ്യ് വേണം. പിന്നെ പൊട്ടിക്കാനായിട്ട് ജീരകം, വഴറ്റാനായിട്ട് വെളുത്തുള്ളി ഒരു 6 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക് കീറിയത്, ഒരു സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ്. പിന്നെ ഞാൻ കടലപ്പരിപ്പാണ് ഇനി യൂസ് ചെയ്യുന്നത്. കടലപ്പരിപ്പ് കുതിർത്ത് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിപ്പം കാണിച്ചു തരാം. ഉലുവ ചീര പരിപ്പ് കറിക്കുള്ള കടലപ്പരിപ്പ് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നു. പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അല്ലാതെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, അത് അധികം വെന്ത് കുഴഞ്ഞ് പോരും, നമുക്ക് കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് ജസ്റ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങിയെടുക്കണം. മെത്തി ദാൾ ഉണ്ടാക്കാനായിട്ട്, അതായത് ഉലുവ ചീര പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ജീരകം ഇതിനകത്തിട്ടൊന്ന് പൊട്ടിക്കണം. അതൊന്ന് നെയ്യൊന്ന് ചൂടാവട്ടെ. ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ ജീരകം അതിനകത്തോട്ടിട്ട് പൊട്ടിച്ചു. അത് പൊട്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോള അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് കീറിയതും കൂടെ ഇതിനകത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ കറിക്ക് കുറച്ച് നെയ്യുടെ ടേസ്റ്റ് നന്നായിട്ട് വേണം. അതുകൊണ്ട് നല്ല 2 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ഇതിനകത്ത് ആഡ് ചെയ്യണേ. എന്നാലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഉലുവായിലും പരിപ്പും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആ പൊടികൾ, അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, മുളക് പൊടി. അത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ അതിനെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഒന്ന് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പൈസസൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ടൊമാറ്റോ നന്നായിട്ട് ഒന്ന് മാഷായി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് സോഫ്റ്റായി കിട്ടണം നമുക്ക് ടൊമാറ്റോ. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് മാഷായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്ത് ഇത് അടുപ്പത്തൊന്നൊന്ന് മാറ്റിയിട്ട് നമ്മുടെ വേവിച്ച പരിപ്പ് ഇവിടെ വയ്ക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഈ അരപ്പ് ഒക്കെ ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതൊന്ന് കഴുകി, സോസ് പാൻ കഴുകി വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണം. ഇനി പരിപ്പിൽ അരപ്പ് കിടന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടണം. എന്നാലേ ആ പരിപ്പിനകത്തോട്ടൊക്കെ അരപ്പും കൂടെ ചെല്ലുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ചിട്ട്, ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി മതി നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒരു ശകലം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന് വെന്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഒത്തിരി അങ്ങ് വറ്റിപ്പോയാൽ പിന്നെ അന്നേരം ആഡ് ചെയ്യാൻ പ്രയാസമായിരിക്കും വെള്ളം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കാം.
ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ആ പരിപ്പിലെല്ലാം അതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയില ആഡ് ചെയ്യുക. ഉലുവയില ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. അതായത് അതേ സമയം പിന്നെ വെക്കണ്ട. ഉലുവയില അല്ലെങ്കിൽ അതിന് നമുക്ക് കയ്പ്പ് തോന്നും ഒത്തിരി ഇട്ട് കുക്ക് ചെയ്താൽ. അപ്പോൾ ഉലുവയില ഞാനിപ്പോൾ ഇലക്ട്രിക് ഓവൺ ആയതുകൊണ്ട്, അടുപ്പായതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യാൻ പറയുന്നത്. ഗ്യാസ് ആണെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ ഇതിനെ മൂടി വെച്ച് വേവിച്ചാൽ മതി. അത്രയും മതി. ഉലുവയില അങ്ങ് ഒത്തിരി വെന്ത് പോകരുത്. എന്നാൽ ജസ്റ്റ് ഒന്ന് വേവുകയും വേണം. അത് ഒത്തിരി വെന്ത് പോയാൽ ആ കറിക്കൊരു ഭയങ്കര കയ്പ്പ് തോന്നും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ ഡയബറ്റിക് സ്പെഷ്യൽ പരിപ്പ് മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റും കൂടെ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. ഇപ്പം നമ്മുടെ പരിപ്പും ഉലുവ ചീര കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് പ്ലേറ്റിലൊന്ന് സെർവ് ചെയ്ത് ചപ്പാത്തിയുടെ നമുക്കത് എടുക്കാം.